വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മയിലേക്ക് നമ്മുടെ കർത്താവ് കൂട്ടി വരുത്തിയ സന്തോഷത്തിൽ ദൈവനാമത്തിലെ മഹത്വത്തിലായിക്കൊണ്ട് വളരെ സ്തുതിയോടുകൂടെ വളരെ സമർപ്പണത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റോമാലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് വളരെ വ്യക്തമായി ചിന്തിക്കാൻ കാരണമായി തീർന്നു. ഞാൻ പല പ്രാവശ്യം പറയുന്നത് വീണ്ടും പറയുന്നത് ഈ റോമാലേഖനത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്ത്യൻഡത്തിൽ ഇത്രമാത്രം ഡിനോമിനേഷൻസ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് പാപം എന്നറിയില്ല, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നറിയില്ല, ആരാണ് ക്രിസ്തു എന്നറിയില്ല, ക്രിസ്തുവിൻ്റെ പദ്ധതി എന്താണെന്നറിയില്ല, ഗ്രേസ് എന്താണെന്നറിയില്ല. ഇങ്ങനെ പല പല കാര്യങ്ങളും ശരിയായി അറിയില്ല. എന്നാൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് റോമാലേഖനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് മനുഷ്യരുടെ ലോകത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ട്രാൻസ്ലേഷൻ നടന്നിട്ടുള്ളതാണ് ബൈബിള്. നമുക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ വായിച്ച് മനസ്സിലാകാവുന്ന വിധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമുണ്ട്. ഇല്ലാത്തടത്ത് മനുഷ്യർ ഇവാഞ്ചലിസ്റ്റുകൾ നേരിട്ട് പോയിട്ട് അവരുടെ ഭാഷകൾ പഠിച്ച് അവരെ ക്രിസ്തു ആരാണെന്നും അവരാരാണെന്നും ക്രിസ്തുവിന് അവൻ്റെ മേലുള്ള അധികാരം എന്താണെന്നും പാപം എന്താണെന്നും പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കേണ്ട ആവശ്യകത എന്താണെന്നും അല്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പല പല ഡിഫറെൻ്റ് ആയിരിക്കുന്ന സെൽഫിൻ്റെ ഡിസയേഴ്സ് കടന്നു വന്നതുകൊണ്ട് ഇതിനൊക്കെ പല രീതിയിലും മാറ്റി വളച്ചും തിരിച്ചൊക്കെയും പഠിപ്പിച്ച് ഡിഫറെൻറ്റ് ഡിനോമിനേഷൻ ബെനിഫിറ്റുകൾ പേഴ്സണൽ ബെനിഫിറ്റുകൾക്കൊക്കെയും തന്നെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയും അവരുടെ സോളിനെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മളിത് 46th ക്ലാസ്സാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അത്ര ഡെപ്തിലേക്ക് പോയില്ലെങ്കിൽ തന്നെയും നമുക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ മനുഷ്യരാരാണ്, എന്തുകൊണ്ടാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടവരായി തീർന്നു പറയാൻ കാരണം നാം ആദാമിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു. ആദാമിന് കൊടുത്ത ബ്ലെസ്സിങ് എന്തായിരുന്നു? സ്തോത്രം, നിങ്ങൾ സന്താന പുഷ്ടികളായിട്ട് പെരുകി ഭൂമിയെ വാഴണം, അതിനെ അടക്കി വാഴണം. അപ്പോൾ സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകുവാനുള്ള ബ്ലെസ്സിങ് ആദാമിലുണ്ടായിരുന്നു. നാം എല്ലാവരും ആദാമിലുണ്ടായിരുന്നു. അതാത് സമയത്ത് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുന്നത് മാത്രം. അപ്പോൾ ആദാം സിൻ ചെയ്ത സമയത്ത് അവനെ ഡിവൈൻ നേച്ചറിലായിരുന്നു സൃഷ്ടിച്ചത്, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു സൃഷ്ടിച്ചത്. ദൈവം എത്രമാത്രം വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിട്ടാണ് സൃഷ്ടിച്ചത്, എറ്റേണലായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ അവന് കൊടുത്തിരുന്ന ഫ്രീ വില്ലിനെ റോങ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പാപം അകത്ത് കടന്നു. അങ്ങനെ അവന് കിട്ടിയ കേഴ്സസിൻ്റെ പാർട്ടേക്കേഴ്സ് ആയിട്ടാണ് നാം എല്ലാവരും ഈ ഭൂമിയിൽ വരുന്നത്. ആ കേഴ്സ് എന്ന് പറയുന്നത് എറ്റേണൽ ഡെത്ത്. ഇതിൽ നിന്നും ദൈവത്തിന് ക്ഷമിച്ചുകൊണ്ട് നമ്മെ റീഡീം ചെയ്യാൻ സാധ്യമല്ല. കാരണം ഡിവൈൻ ലോയുടെ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തണം. ആ ഡിവൈൻ ലോയുടെ ജസ്റ്റിസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനാണ് പലരും തെറ്റിപ്പോയിരിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, പാപത്തിന് ശിക്ഷ കൊടുത്തേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഡിവൈൻ ഗവൺമെൻറ്റിനകത്ത് ഇമ്പ്യൂണിറ്റി കടന്നു വന്ന് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുമല്ലോ, തെറ്റ് ചെയ്താലും ദൈവം അറ്റോൺമെൻറ്റ് നടത്തുമല്ലോ. ഇതൊക്കെയല്ലേ ഇസ്രായേലിൽ സംഭവിച്ചത്? നോ, തെറ്റിന് ശിക്ഷയേ ഉള്ളൂ. ശിക്ഷിച്ചില്ലെങ്കിൽ ദൈവം പിന്നെ ദൈവമല്ല, ഡിവൈൻ ലോ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം തന്നെ, ലോ ഗിവർ തന്നെ, സൃഷ്ടിതാവ് തന്നെ മനുഷ്യനെ പോലെ ശരീരം പ്രാണൻ ആത്മാവുമുള്ളവനായി മനുഷ്യൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ളതായിട്ടുള്ള പാപത്തെ, അതിൻ്റെ ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് 2 Corinthians chapter 5:21 പറയുന്നത് പോലെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. അങ്ങനെ ആ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിന് സമമായിട്ട് തന്നെ അവൻ്റെ പ്രാണനും ആത്മാവും ഷിയോളിൽ പോയിട്ട് അല്ലെങ്കിൽ പാതാളത്തിൽ പോയിട്ട് നമുക്ക് പകരമായിട്ട് മരണം അനുഭവിച്ചു. അല്ലെങ്കിൽ നാം എല്ലാവരും കൈവിട്ട് പോകേണ്ട സ്ഥലത്ത് തൻ്റെ പുത്രൻ അല്പസമയം കൈവിടുന്നത് നല്ലതെന്ന് കൊണ്ട് പിതാവ് അവനെ അല്പസമയത്തേക്ക് കൈവിട്ടു. അപ്പോഴാണ് ക്രൂശിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. അങ്ങനെ നമ്മുടെ മേലുണ്ടായിരുന്ന വ്യക്തിപരമായ സ്ഥിതി, നമ്മളെല്ലാവരും സിൻഫുൾ ആയിരുന്നു, സിന്നേഴ്സ് ആയിരുന്നു.
നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് സിന്നാണ്. സിന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ഡിഫറെൻ്റ് ആണ്. ചിലർ മോറലായിട്ട് സിൻ ചെയ്യുന്നു, ചിലർ ഡോക്ടറിൻ ഇഷ്യൂസ് സിൻ ചെയ്യുന്നു, ചിലർ ഫെയിമിന് വേണ്ടി സിൻ ചെയ്യുന്നു. എല്ലാ ധനവും സാധനവും ഫെയിം ഉള്ളവൻ തന്നെ ഇമ്മോറലായിട്ട് സിൻ ചെയ്തു പോകുന്നു. പല വിധത്തിലും അത് മാനിഫെസ്റ്റ് ചെയ്യെങ്കിലും അതിന്റെ ബേസ് കിടക്കുന്നത് സിൻ ആസ് എ പേഴ്സൺ. അത് ഡിഫറെന്റ് വേയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ നാം സിന്നേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഏതൊരു പ്രവൃത്തിയും ക്രിസ്തുവിനെ കൂടാതെയുള്ള ഏതൊരു പ്രവൃത്തിയും സിൻഫുൾ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഓ ലോർഡ് ഐ ആം എ സിന്നർ എന്ന് അക്നോളജ് ചെയ്യുകയും അതിന് പകരമായിട്ട് അതിൻ്റെ കേഴ്സസ് എന്നുള്ള റിഡംഷന് വേണ്ടി നമ്മുടെ സൃഷ്ടിതാവാം ദൈവം തന്നെ നമുക്ക് പകരമായിട്ട് നമ്മുടെ മേലുള്ള പാപത്തിന്റെ ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് സാക്ഷീകരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്തോത്രം. നമ്മുടെ നേച്ചർ അങ്ങനെയായിരുന്നു, സിൻഫുൾ. അപ്പൊ നമ്മൾ സിന്നേഴ്സ് ആണെന്ന് അക്നോളജ് ചെയ്ത് അതിന് ദൈവം ക്ഷമിക്കുകയല്ല, അതിന് പകരക്കാരനായി നമുക്ക് വേണ്ടി യേശു ശിക്ഷ ഏറ്റെടുത്തു. ശരീരത്തിലും പ്രാണനും ആത്മാവിലും ശിക്ഷ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് അത് അക്നോളജ് ചെയ്യുകയും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡിവൈൻ ലോ അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ഈ സിൻഫുൾ നേച്ചർ സാധ്യമല്ല. നമ്മൾ ചെയ്ത പാപത്തിന് ശിക്ഷ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് സൗജന്യമായിട്ട് ക്ഷമിച്ച് കിട്ടി. നമ്മുടെ നീതിയല്ല കണക്കിടുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രം അവന്റെ നീതി നമുക്ക് ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുകയാണ് ചെയ്തത്. തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് ഒബീഡിയൻസിൽ വളർന്നു വരണമെങ്കിൽ ക്രിസ്തുവിന്റെ ആവശ്യകതയുണ്ട്. അതിനാണ് യേശുവിനെ നാം കർത്താവായി സ്വീകരിക്കുന്നത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളിൽ ചെയ്ത തെറ്റിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടുവാൻ. സ്തോത്രം. എന്നാൽ തുടർന്ന് നമുക്ക് ഒബീഡിയൻസ്, ഡിവൈൻ ലോയ്ക്ക് ഒബീഡിയൻസിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഈ ഫാളൻ സ്റ്റേജ് നേച്ചറിന് സാധ്യമല്ല. അതിനാണ് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ, ആസ് എ കിങ് വാഴുവാൻ നാം ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. സ്തോത്രം. ഇതെല്ലാം റോമലേഖനത്തിൽ ആഴത്തിൽ പഠിച്ചതാണ്. സ്തോത്രം. തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം, അതായത് ക്രിസ്തു യേശുവിന്റെ വിശ്വാസം മുഖാന്തരം സൗജന്യമായിട്ട് നീതീകരിക്കപ്പെട്ട, ജസ്റ്റിഫൈ ചെയ്ത ഒരു വ്യക്തിയുടെ സോഷ്യൽ ലൈഫിലും ചർച്ചിനകത്തുമുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് റോമാലേഖനം ചാപ്റ്റർ 12 തുടങ്ങി 15 അവസാനം വരെയുള്ളത്. നാം അത് പല രീതിയിൽ നാം ചിന്തിച്ചു. ഏകദേശം 10-12 ക്ലാസ്സുകൾ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് കടന്നുപോയി. അവിടെ ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും പ്രസാദമുള്ള യാഗമായിട്ട്, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ. കഴിഞ്ഞ ദിവസം നമ്മൾ റോമാലേഖനം 14th ചാപ്റ്ററിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. 14th ചാപ്റ്ററിൽ നമ്മൾ അതായത് ബലവാനും ബലഹീനരും തമ്മിൽ, അതായത് വിശ്വാസത്തിൽ ശക്തരായവരും വിശ്വാസത്തിൽ ബലഹീനരുമായ തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ പഠിക്കുകയും അത് പ്രത്യേകിച്ചും ഭക്ഷണ കാര്യത്തിലാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനെ 14th വേഴ്സ് 17 കൺക്ലൂഡ് ചെയ്യുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ഒന്നല്ല. അപ്പൊ വിശ്വാസത്തിൽ ബലവാനായവൻ, ശക്തനായവൻ വിശ്വാസത്തിൽ ബലഹീനനായവനെ കണ്ടം ചെയ്യരുത്. അവന്റെ ബലഹീനതയെ കണ്ടം ചെയ്യാതെ അവനെ താങ്ങണം. അപ്പൊ നിന്റെ വിശ്വാസത്തിലുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ നിന്റെ ശക്തി മറ്റൊരുവരെ തകർക്കുവാനുള്ളതല്ല, മറ്റുള്ളവരെ രക്ഷിക്കുവാനുള്ളതാണ്. എന്നാൽ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമല്ല, മെറ്റീരിയൽ തിങ്സ് അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം മാത്രം. ഞാനത് പറഞ്ഞു. മിക്കവരും അതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ കാര്യം പ്രസംഗിക്കാറുള്ളൂ. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, മെറ്റീരിയൽ കാര്യമല്ല, പോസ്പിരിറ്റി തിയോളജി അല്ല, സ്പിരിച്വൽ കാര്യങ്ങളാണ്. അത്ര പറഞ്ഞു നിർത്തും. എന്താണ് സ്പിരിച്വൽ കാര്യങ്ങൾ? ഫസ്റ്റ് പറയുന്നത് നീതിയും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റോമലേഖനത്തിലൂടെ പഠിച്ചു. നമ്മുടെ സെൽഫ് റൈഷ്യസ്നെസ് അല്ല, നമ്മുടെ പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല, ക്രിസ്തുയേശുവിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരതയായിട്ട് അവസാനത്തോളം ഈ ശരീരത്തിൽ നമ്മൾ വസിക്കുന്നിടത്തോളം ക്രിസ്തുവിൽ മാത്രമുള്ള ആശ്രയത്താൽ, ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തെ ഡിവൈൻ ഗവൺമെന്റ് നമുക്ക് കണക്കിടുന്നതാണ് റൈഷ്യസ്നെസ്, ജസ്റ്റിസ് എന്ന് പറയുന്നത്. റൈഷ്യസ്നെസ് എന്ന് പറയുന്നത് അവൻ ക്രൂശിൽ നേടിയ റൈഷ്യസ്നെസ് നമുക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, യേശു ഒരു കാലത്ത് പാപം ചെയ്യാതിരുന്നത് പോലെ യേശുവിൽ ആശ്രയിക്കുന്നവനെ, വിശ്വസിക്കുന്നവനെ
ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത്. ഇതിൽ നിലനിൽക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. അതിനെന്ത് ചെയ്യണം? ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കണം. ഏതൊരു പ്രതികൂലം വന്നോട്ടെ, ഏതൊരു വിഷയം വന്നോട്ടെ, ഏതൊരു ടെംപ്ടേഷൻ വന്നോട്ടെ, കർത്താവേ, ഐ ജസ്റ്റ് റിലൈ ഓൺ യു. നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ പ്രവൃത്തികളോ, എൻ്റെ പ്രാർത്ഥനയോ, എൻ്റെ ഭക്തിയോ, എൻ്റെ വിശുദ്ധ ജീവിതമോ, എൻ്റെ വചനവായനയോ, പക്ഷെ ഇതെല്ലാം ആവശ്യമാണ്. ഇതുകൊണ്ട് ഒന്നും എനിക്ക് നീതീകരിക്കപ്പെടാൻ സാധ്യമല്ല. യു ആർ മൈ റൈഷ്യസ്നസ്. അതാണ് 1 Corinthians chapter 1 verse 13 പറയുന്നത്. അവൻ തന്നെ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ജ്ഞാനവും നീതീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. He himself our righteousness. അപ്പൊ ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകതയെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. ഇതെന്നെല്ലാം തെറ്റിപ്പോയിട്ടാണ് രക്ഷ നഷ്ടപ്പെടുകയില്ല, മറ്റു പല പല ഉപദേശങ്ങളും വരുന്നത്. No, we have to perceive. എങ്ങനെ 14th ചാപ്റ്ററിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്തത്, ഇന്ന് 15th ചാപ്റ്റർ ആണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ആമേൻ. അതിന്റെ ഫസ്റ്റ് വേഴ്സ് ആണ്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യണം. ഞാൻ ഇംഗ്ലീഷ് കൂടെ വായിക്കുന്നു. We who are strong, that means in faith strong, ought to be bear with the fallings of the weak and not to please ourselves. ഇത് കുറച്ച് കഠിനമായ ഒരു കാര്യമാണ്. ശക്തരായ നാം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ശക്തരായവരല്ല. സ്തോത്രം. ഞാനതൊരു വേണമെങ്കിൽ ഫിസിക്കൽ ഇതിൽ തന്നെ സ്പിരിച്വലിലേക്ക് കൊണ്ടുവരാം. ഫിസിക്കലി ശക്തരായ ഒരാള് ഒരു റോഡ് ക്രോസ് ചെയ്യും, ബലഹീനനായ ഒരാൾ നിൽക്കുകയാണ്, ശരിക്കും നടക്കാനും കഴിവില്ല, വിറച്ചുകൊണ്ട് നിൽക്കുക, നല്ല ട്രാഫിക് ഉണ്ട്. ഈ ശക്തനാവ് ഞാൻ ശക്തനാന്ന് പറഞ്ഞ് മുന്നോട്ടൊക്കെ നടന്നു പോയാൽ ഈ പാവം ബലഹീന പറയും, ഈ മനുഷ്യ ഇത്രയും ആരെയും എൻ്റെ കൈയൊന്ന് പിടിച്ചിരുന്നെങ്കിൽ എനിക്കും കൂടി റോഡൊക്കെ ക്രോസ് ചെയ്യാൻ മേലായിരുന്നു. അവിടെ എന്താ മനസ്സിലാക്കുന്ന? ശക്തിയുള്ളവൻ ഈ ശക്തിയില്ലാത്തൊരു ബലഹീനായവനെ ഒന്ന് താങ്ങിയിരുന്നുവെങ്കിൽ അവന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെ? ആ റോഡ് ക്രോസ് ചെയ്യാന്നുള്ള ടാസ്ക് അവന് കംപ്ലീറ്റ് ചെയ്യാം. ശക്തനാവൻ ശക്തിയോട് കൂടെ അവൻ റോഡ് ക്രോസ് ചെയ്ത് പോയി. പക്ഷെ ഈ ബലഹീനൻ അവന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവിടെ വിറച്ചുകൊണ്ട് നിൽക്കുക. ഇതേ കാര്യം തന്നെ നമുക്ക് ഹ്യൂമാനിറ്റിയിൽ മനസ്സിലാകത്ത കൊണ്ട് ഞാൻ പറയാം, സ്പിരിച്വലില് വിശ്വാസത്തിലോ അല്ലെങ്കിൽ ആത്മീയ കാര്യത്തിലോ ബലഹീനരായ ഒരുവൻ, അശക്തരാണ്, ബലഹീനരാണ്, അവനെ കണ്ടാൽ നാം ശക്തരാണെങ്കിൽ വിശ്വാസത്തിലോ അല്ലെങ്കിൽ കൃപകളിലോ ശക്തരായ ഒരുവൻ, നീ ശക്തരാണെന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുവാനല്ല, നിനക്ക് തന്നിരിക്കുന്നത് ഈ ബലഹീനനായവനെ താങ്ങുവാനാണ്. അപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ബലഹീനൻ നിൽക്കുമ്പോൾ അവൻ ബലഹീനനാണെന്ന് മനസ്സിലാക്കണം, അല്ലെ? ഈ ബലഹീനന് ഒരു ഉത്തരവാദിത്വം കൊണ്ട് തന്റെ ബലഹീനതയെ ഒന്ന് വെളിപ്പെടുത്തണം. ഞാൻ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് മസിൽ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഐ ആം വീക്ക്, ഐ നീഡ് സം ഹെൽപ്പ്. അപ്പൊ ശക്തനായവൻ അവനെ മനസ്സിലാക്കണം, അവനെ റെക്കഗ്നൈസ് ചെയ്യണം. ഈസ് എ വീക്ക് ഫെല്ലോ, ഹി നീഡ് എ സപ്പോർട്ട്. അപ്പോൾ അവന്റെ പേഴ്സണൽ ബെനിഫിറ്റിന് അല്ലെങ്കിൽ അവന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് ഒന്ന് സാക്രിഫൈസ് ചെയ്യണം. ഒരു 2 minutes അവന് വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ അവന്റെ കരമൊന്ന് പിടിച്ച്, വാ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്ന് മുന്നോട്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ റോഡ് ക്രോസ് നടത്തി കഴിഞ്ഞാൽ ഒരു താങ്ക്സ് പോലും പറയില്ല. പക്ഷെ യു ഹാവ് ടു സാക്രിഫൈസ് യുവർ ഇൻട്രസ്റ്റ്. ഇതേപോലെയാണ് ആത്മീയ കാര്യത്തിലും. പലരും വിശ്വാസത്തിൽ ബലഹീനരായവരുണ്ട്, പലരും വഴുവഴുപ്പിൽ നിൽക്കുന്നവരുണ്ട്, ചില രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, പല പല വിഷയം കൊണ്ട് ശത്രുവിന് ഉപദ്രവഹേതുവായിട്ട് പീഡിക്കപ്പെടുന്നവരുണ്ട്, സ്വസ്ഥത നഷ്ടപ്പെടുന്നവരുണ്ട്. ഇവരെ മുന്നോട്ട് നടത്തണമെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അശക്തരായവരായ ഇവരുടെ ബലഹീനത ചുമക്കണം. We have to bear their weakness. ഇവിടെയാണ് കുറച്ച് വില കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ശക്തനായവൻ ബലഹീനനായ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇവന്റെ ശക്തി കുറച്ച് ഈ ബലഹീനന്റെ കരങ്ങളിൽ കൂടെ അവന് താങ്ങാവണം. അവന്റെ കാലിന് ബലമില്ലെങ്കിൽ ഇവന്റെ കരത്തിൽ പിടിക്കുമ്പോൾ, ശക്തനായവന്റെ കരത്തിൽ പിടിക്കുമ്പോൾ അവന്റെ കാലുകൾക്ക് ബലം കിട്ടുകയാണ്. എങ്ങനെയാ? ഇവന്റെ ശക്തി കുറച്ച് അവന് പകരുക. അയ്യോ, ഇത് എന്റെ ശക്തിയാണ്, ഞാൻ എന്തിനാ അവന് കൊടുക്കണം? ഞാൻ റോഡ് ക്രോസ് ചെയ്താൽ പോരെയോ? അവന് കുറവാണ്,
അവൻ എന്തുകൊണ്ട് അങ്ങനെ ബലഹീനായി തീർന്നു? അവന് ഭാര്യയ്ക്ക് ആഹാരം കഴിക്കാത്തതുകൊണ്ട്, അല്ലാതെ പഴകാലത്ത് നടപ്പിന് കുഴപ്പമില്ലയോ എന്ന് പറഞ്ഞ് വിധിക്കുവാനല്ല. ഇതൊക്കെ നമ്മൾ 14th ചാപ്റ്ററിൽ ചിന്തിച്ചു. അപ്പോൾ നീ ഒരു വിശ്വാസിയാണ്, നീ വിശ്വാസത്തിൽ ക്രിസ്തുമായിട്ടുള്ള നിന്റെ റിലേഷനിൽ നീ ശക്തനാണ് എങ്കിൽ അത് നിനക്ക് വേണ്ടിയല്ല, നീ നിൽക്കുന്നതല്ല, നിന്നെ നിർത്തുന്നതാണ്. അവന്റെ വലങ്കയാണ് നിന്നെ നിർത്തുന്നത്. അപ്പോൾ ഈ ബലഹീനന്റെ ബലഹീനതയെ ചുമക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മൾ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാക്ഷാತ್ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നു. ഇത് വെറുതെ പറയുന്നതല്ല, ഫിസിക്കലായിട്ട് ഇത് സാധിക്കും. ഒരു രോഗിയാണെങ്കിൽ ഒരാളുടെ രോഗത്ത് അവന് വിശ്വാസം നിലനിൽക്കാൻ ആഗ്രഹമുണ്ട്. അവന്റെ സിന്നല്ല, പക്ഷെ അവൻ ടെംപ്ടേഷനിൽ, അവൻ ട്രയലിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അവന്റെ രോഗം വിശ്വാസത്തിൽ രോഗശാന്തി അല്ലെങ്കിൽ വിശ്വാസം നിൽക്കുന്നവന് ഒരുവന് അവന്റെ രോഗം ഷെയർ ചെയ്യാം. ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ വേവിച്ചേവുന്ന ഒരുവനാണ്. ക്രിസ്തുവിലുള്ള ആശ്രയത്താൽ അവൻ രക്ഷ പ്രാപിക്കാൻ പറ്റുമെന്ന് ഉള്ള വിശ്വാസം അവന് പറ്റുന്നില്ല. കാരണം ശത്രു അവനെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്, ശത്രു അവനെ വല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, അവൻ വല്ലാതെ ട്രയൽസിൽ കുഴഞ്ഞ ചേച്ചിന്റെ അവസ്ഥയാണ്. കാല് ഉറയ്ക്കുന്നില്ല, വിശ്വാസത്തിൽ ക്രിസ്തു എന്ന പാറമേൽ ഉറയ്ക്കുന്നില്ല. എൻ്റെ കർത്താവ് എനിക്ക് സകലത്തിലും മധ്യാവെന്ന് ഉറയ്ക്കാൻ പറ്റുന്നില്ല, കാല് വഴുവഴുപ്പിൽ പോവുകയാണ്. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ 5 മിനിറ്റ് നേരത്തേക്ക് വിശ്വസിക്കും, അത് പാറമേൽ വീണ വിത്ത. അതെന്തായി? തൽക്കാലത്തേക്ക് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഒരു വേര് വിളച്ചു, പക്ഷെ ഒരു ചെറിയ വേര് വന്നപ്പോൾ അത് വാടിപ്പോയി, പിന്നെ കുഴയാൻ തുടങ്ങി. ഇവിടെ വിശ്വാസത്തിൽ ബലവാനായ ഒരുവൻ, ശക്തനായ ഒരുവൻ, അവന്റെ ബലഹീനത തന്റെ സോളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ട്രാൻസ്ഫർ ചെയ്യും. നിനക്ക് വിശ്വാസത്തിന് ശക്തി തന്നിരിക്കുന്നത് നിനക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കാനല്ല, വിശ്വാസത്തെ കുഴഞ്ഞ് ചേറ്റി നിൽക്കുന്നവന്റെ വലം കൈ പിടിക്കാനാ. ഈ റോഡ് ക്രോസ് ചെയ്യുന്നവന്റെ അവന്റെ കാലിനാണ് ബലഹീനത. അവന്റെ കാലിന് ബലം ഉണ്ടെങ്കിൽ അവൻ തന്നെ നടന്നില്ലേ? അവന്റെ കാലിലാണ് ബലഹീനതെങ്കിൽ നീ അവന്റെ കരം പിടിക്കുമ്പോൾ അവന്റെ ബോഡി വെയിറ്റ് നിന്റെ കരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്തോത്രം. നീ ശരിയായി പിടിച്ചില്ലെങ്കിൽ എന്താ? നീയും അവന്റെ കൂടെ വീഴും. റോഡിൽ കൂടെ വരുന്ന വണ്ടി ചിലപ്പോൾ 2 പേരും കൂടെ മേറി കയറി മറിഞ്ഞു പോവും. വിശ്വാസത്തിൽ അനേകർക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിന്റെ കാലുകൾ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കത്തക്കവണ്ണം നിന്റെ പ്രവൃത്തി കൊണ്ടല്ല നീ നീതീകരിക്കപ്പെടുന്നത്. ക്രിസ്തുവേശുള്ള വിശ്വാസ ദൈവമാണ് എന്നെ നീതീകരിച്ചിരിക്കുന്നത്. അവൻ എന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, അവനാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്, അവൻ എന്നെ കൈവിടുകയില്ല എന്ന് പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടെ വചനം പഠിച്ചതുകൊണ്ടായില്ല. വചനം പഠിച്ച് അതിൽ കൂടുതൽ വിശ്വാസത്തിൽ ക്രിസ്തു നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്ന നിനക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം, നല്ല ഉറപ്പുണ്ടായിരിക്കണം. യോബിന്റെ പുസ്തകത്തിന്റെ വാക്യം പറയുന്നുണ്ട്, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി. ഒറ്റ വാക്ക് മതി, അവന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ചിലവർക്കാവുമ്പോ ബലഹീനത അവരുടെ ഒരു സ്ഥിര സ്വഭാവം പോലെയാണ്, ചിലപ്പോൾ മാസങ്ങൾ അവർ താങ്ങേണ്ടി വരും. അപ്പൊ നീ അവന്റെ വെയിറ്റ്, അവന്റെ വീക്ക്നെസ് ചുമക്കുമ്പോൾ നിനക്ക് ഫീൽ ചെയ്യും, ഞാൻ വീക്കാണല്ലോ. നിനക്ക് തന്നെ ഫീൽ ചെയ്യും, അയ്യോ ഞാൻ എനിക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് വിശ്വാസം വരുന്നില്ല. നിന്റെ കുഴപ്പമല്ല, നീ ആരെ പിടിച്ചിരിക്കുന്നു അവന്റെ വീക്ക്നെസ്. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് കാലിന് കുഴഞ്ഞിരിക്കുന്ന ഒരുവന്റെ കൈ നീ പിടിക്കുകയാണെങ്കിൽ അവന്റെ ബലഹീനത നിന്റെ ബലത്തിലേക്ക് ട്രാൻസ്ഫർ ആവാണ്. നീ അവന്റെ വെയിറ്റ്, അവന്റെ ബോഡി വെയിറ്റ് നീ എടുക്കേണ്ടി വരും. അപ്പൊ നിനക്കെന്താ? നിന്റെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷന്റെ സെൽഫിനെ കുറച്ച് ക്രൂസിഫൈ ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ ബലഹീനതയെ ചുമക്കണം. അപ്പൊ അവിടെ ക്രോസ് ചെയ്ത സ്നേഹിത എന്ന് പറഞ്ഞു, താങ്ക്സ് പ്രതീക്ഷിക്കേണ്ട, യേശുവിനെ കിട്ടിയത് പോലെ അവനെ ക്രൂശിക്കുക എന്നുള്ള ആക്രോശമേ കിട്ടുകയുള്ളൂ. ഇത് മുൻപേ മനസ്സിലാക്കണം. അപ്പോൾ ബലഹീനനായ ഒരുവന്റെ ബലഹീനത ചുമക്കാൻ ആദ്യമേ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. ലോർഡ്, നീ എന്റെ ബലഹീനത ചുമന്നതാ, ഞാൻ പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ കടന്നതാ, എന്റെ യാത്ര കുഴി നരകത്തിലേക്കായിരുന്നു, പക്ഷേ നീ വലം കൈ നീട്ടി എന്നെ പിടിച്ചു. നീ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ നശിച്ചു പോകേണ്ടതായിരുന്നു. ആമേൻ, സ്തോത്രം. ഇതാണ് പറഞ്ഞത്. അനേകരുടെ നമ്മൾ യെശയ്യാപ്രവചനത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, സ്തോത്രം, അനേകരുടെ പാപം ചുമന്നു. സ്തോത്രം.
നമുക്ക് പാതാളത്തിലേക്ക് പോകേണ്ട ആവശ്യകതയില്ല. പക്ഷെ നമുക്ക് ബലഹീനന്റെ ബലഹീനത ചുമക്കാം. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം. കൊളോഷ്യൻസ് ലേഖനം 1 ചാപ്റ്റർ 1:27. കൊളോഷ്യൻസ് chapter 1 verse 27. Sorry, 24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇത് ആത്മാവിൽ മനസ്സിലാക്കിയാൽ ഇതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Who now rejoice in my sufferings for you and to fill up that which is begun of the afflictions of Christ in my flesh for his body's sake. ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിൽ ജനിക്കാത്ത ഒരുവനെ കുറിച്ചല്ല പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാവുന്ന സഭയ്ക്കകത്ത മെമ്പേഴ്സിന് ഉണ്ടാകുന്ന ബലഹീനതകൾ, അവന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ നീ മെറ്റീരിയൽ ആയിട്ട് അവൻ സഹായിച്ചുകൊണ്ട് കാര്യമില്ല. സഹോദര, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അവന്റെ സോളിൽ അവൻ അനുഭവിക്കുന്നതായിട്ടുള്ള വീക്ക്നെസ്സിന് നിന്റെ സോളിലേക്ക് എടുക്കുമ്പോൾ നിനക്ക് ഫീൽ ചെയ്യും അവൻ എന്താ അനുഭവിക്കുന്നതെന്ന്. അവിടെ നീ മാറിയിരുന്ന് പാറയാവുന്ന ക്രിസ്തുവിൽ നിന്ന് തീക്കൽ പാറയിൽ നിന്ന് നല്ലവണ്ണം കുടിച്ചോളണം, അല്ലെങ്കിൽ നീ വീണു പോകും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇത് തെസ്സലോനിക്ക ലേഖനത്തിലാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് ചിലവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്, ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയാണ്. അപ്പൊ നിന്നെ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന ഉണ്ടാകണമെങ്കിൽ നിന്റെ കൂട്ടായ്മ, ഫസ്റ്റ് ജോൺ പറയുന്നത് പോലെ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നിനക്ക് നല്ല കോൺഫിഡൻസ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മൈ ഫെലോഷിപ്പ് ഈസ് വിത്ത് ക്രൈസ്റ്റ്. ഇതില്ലെങ്കിൽ ബലഹീനന്റെ കൈ പിടിക്കാൻ പോകരുത്. അവന് നീയും കൂടെ വീണു പോകും. കുടഞ്ഞ ചേറ്റിലാണെങ്കിൽ പോകരുത്. ഉറച്ച. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നീ ഇരുന്ന് നീയുമായിട്ടുള്ള ക്രിസ്തുമാതിരം ദൈവത്തോടുള്ള ആ റിഡംപ്ഷൻ അല്ലെങ്കിൽ ആ നിരപ്പ്, റീകൺസിലിയേഷൻ പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ നീ ശക്തനാകും. നീ ശക്തനാകുന്നത് നിന്റെ നീതി പ്രവൃത്തി കൊണ്ടല്ലെന്ന് ശരിക്കും മനസ്സിലാക്കുക. ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ, ക്രിസ്തുവേശുവിന്റെ ആശ്രയത്താൽ അവന്റെ റൈഷ്യസ്നെസ് ആണ് നിനക്ക് കടക്കെടുന്നത്. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് യു വിൽ ബി സ്ട്രോങ്. അതിന്റെ എക്സാമ്പിൾ പറയണമെങ്കിൽ, രണ്ടു കാലം മുടന്തനായ ഒരു മനുഷ്യൻ, അവന്റെ കയ്യിൽ ക്രച്ചസ് ഉണ്ട്. ഈ ക്രച്ചസ് ആണ് അവന്റെ കാലുകൾ. ഈ ക്രച്ചസ് ഇല്ലാതെ അവൻ എഴുന്നേൽക്കും എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. അവൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അവന്റെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് രണ്ട് സൈഡിലും ക്രച്ചസ് വെക്കുന്നത്. ഇതില്ലാതെ എഴുന്നേൽക്കാൻ അവൻ ശ്രമിക്കുകയില്ല. ശ്രമിച്ചാൽ എന്തുണ്ടാവും? അവൻ വീണ്ടും വീഴുകയുള്ളൂ. ഇതാണ് ക്രിസ്തുവിലുള്ള ആശ്രയം എന്ന് പറയുന്ന ഒരു വിശ്വാസി. എന്റെ രണ്ടു കാലം മുടന്ത, ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് നടക്കാൻ പോയിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പോലും സാധ്യമല്ല. ഇത് നല്ലവണ്ണം ഉറച്ച് മനസ്സിലാക്കുക. ഐ ഡു നോട്ട് ഹാവ് എനി സ്ട്രെങ്ത് വിത്തൗട്ട് ക്രൈസ്റ്റ്. ഇതിന് അനേക വാക്യങ്ങളുണ്ട്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 15 പറയുന്നത്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 5 ആണ് ഞാൻ പറയുന്നത്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രീഷൻസ് വലിച്ചെടുത്തുകൊണ്ട് ഫലം കായ്ക്കുന്നത് പോലെ നാം ക്രിസ്തുവിൽ വസിച്ചാൽ നമ്മൾ ശക്തരാണ്. ക്രിസ്തുവിൽ അല്ലെങ്കിൽ ശക്തരല്ല. നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടാതെ വാഴുവാനുള്ള ആഗ്രഹമാണ്. ഏത് തോട്ടത്തിൽ നമ്മൾ മനുഷ്യൻ ആഗ്രഹിച്ചതാണ് ദൈവത്തെ കൂടാതെ വാഴണം. തോട്ടത്തിന്റെ നന്മത്തന്മയെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ദൈവത്തെ പോലെ ആകാം. ദൈവത്തെ കൂടാതെ നിനക്ക് സെൽഫ് എക്സിസ്റ്റഡ് ആകാം. ഇതായിരുന്നു സൈറ്റൻ കൊടുത്ത പ്രോമിസ്. ഇതിന്റെ സീഡാണ് നമ്മളിലുള്ള ഫ്ലഷ്.
ഇതിന്റെ ഡിസൈർ എന്ന് പറയുന്നത് എനിക്ക് ക്രിസ്തുവിനെ കൂടാതെ വാഴണം. നല്ലവണ്ണം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാം, ക്രിസ്തുവിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതാം, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വാങ്ങാം. പക്ഷേ നമ്മൾ ഈ വസിക്കുന്നതായ ഈ ഫാളൻ നേച്ചർ, അല്ലെങ്കിൽ ഈ ഫ്ലഷ് എന്ന നേച്ചർ, ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിനെ കൂടാതെയുള്ള ഹ്യൂമൻ നേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്ലഷ്. ഇതിന്റെ ആഗ്രഹം ക്രിസ്തുവിനെ കൂടാതെ വാഴണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അത് നമ്മുടെ സോളിൽ മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബലഹീനതയെ ചുമക്കണമെങ്കിൽ ആദ്യം ക്രിസ്തു എന്ന പാറയും നീ ഉറയ്ക്കണം. നിനക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം. മൈ സോൾ ഇസ് വിത്ത് ക്രൈസ്റ്റ്. ഇത് വെറുതെ ബ്ലൈൻഡ് ആയിട്ട് പറയുന്നതല്ല, വിൽ പവർ പറയുന്നതല്ല. യു ഹാവ് ടു പേഴ്സണലി എക്സ്പീരിയൻസ്. യെസ്, ഇപ്പോൾ ഞാനല്ല, എന്നിൽ വാഴുന്നത് ക്രിസ്തുവാണ്. ഇത് നിനക്ക് ഇതിന്റെ ഡിഫറൻസ് നല്ലവണ്ണം അറിയാൻ പറ്റും. ക്രിസ്തുവിനെ കൂടാതെയുള്ള അവസ്ഥയും ക്രിസ്തുവിലായിരിക്കുന്ന അവസ്ഥയും നല്ലവണ്ണം അറിയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഏലിയാവിനെ എടുക്കാം. ആഹാബിന്റെ മഹാരാജാവായിരിക്കുന്ന ആഹാബിന്റെ മുമ്പിൽ ചെന്ന് പറയേണ്ട ഒരു കൽപ്പന, ഒരു ഡിഗ്രി പ്രകടിക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞുമഴ ഉണ്ടാകുകയില്ല. അത് പറയാനുള്ള കാരണം എന്താ? അവര് ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കവനന്റിന്റെ അടയാളമാണ് മഞ്ഞുമഴയും മൃഗങ്ങൾക്ക് പുല്ലും കൊടുക്കുക എന്നുള്ളത്. അവര് ജോർദാൻ കടന്നതിന് ശേഷം വീണ്ടും കവനന്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത് സ്തോത്രം, ആ കവനന്റിന്റെ ഒരു അടയാളമാണ്, സൈനാണ് മഞ്ഞുമഴയും മൃഗങ്ങൾക്ക് പുല്ലും. അതാ ഏലിയാവ് പോയി നിർത്തിയത്. ഏലിയാവ് അല്ല, ദൈവമാ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞുമഴ ഉണ്ടാകില്ല. മഹാരാജാവായ ആഹാബിന്റെ മുമ്പില് സ്തോത്രം കൽപ്പന പുറപ്പെടുവിച്ചവനായ ഏലിയാവിന് കിട്ടിയ അരുളപ്പാട് എന്തായിരുന്നു? നീ ഇവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെട്ട് വീണ്ടും തിരിച്ചു പോയി കിരിയോത്തോട് കടന്ന് ബ്രൂക്കിന്റെ അപ്പുറത്ത് പോയി ഒളിച്ചിരിക്കുക. മഹാരാജ ആഹാബിന് മുമ്പിൽ കൽപ്പന, ഡിഗ്രി പുറപ്പെടുവിച്ച ഏലിയാവിന് കിട്ടിയ കരുളപ്പാടാണ് അവിടെ പോയി ഒളിച്ചിരിക്കുക. നിനക്ക് ആഹാരത്തിൽ നീ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചോളണം, നിനക്ക് ആഹാരത്തിലുള്ള പ്രൊവിഷൻസ് ഞാൻ തന്നോളാം. സ്തോത്രം. ഏലിയാവ് കാക്കയെ നോക്കിക്കൊണ്ടിരിക്കല്ല, കാക്ക ഏലിയാവിന് നോക്ക. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച സർവന്റ് ഓഫ് ഗോഡ് എവിടെയാണ് ഇരിക്കുന്നത്? ഇന്ന് വിശ്വാസം നേരെ തിരിച്ച. കാക്ക എവിടുന്നാ വരുന്നത്, ഏത് വഴിക്കാ കാക്ക വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന. നിനക്കൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ, നിനക്കൊരു വിളിയുണ്ടെങ്കിൽ, ആ വിളിയെ തന്നിരിക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് നീ ആയിരിക്കുന്ന അവസ്ഥ നിന്നെ പരിപാലിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ടവസ്ഥയുണ്ട്. ക്രിസ്തുവിൻ ബലത്തോടെ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഭൂമിയിലെ സകല അധികാരമുള്ളവനാണ് നിന്നിൽ കൂടെ വാഴുന്നത്. എന്നാൽ അത് എപ്പോഴും നിൽക്കയില്ല. അല്പസമയം കർത്താവ് പറയും, മോനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. സൗണ്ട് ബ്രേക്കിംഗ്, സൗണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്ന സൗണ്ട്. ഇന്റർനെറ്റിൽ ഇന്ന് രാവിലെ തുടങ്ങിയ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. ഇന്റർനെറ്റിന് വൈഫൈക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കട്ടാവും, പിന്നെ തന്നെ വരും, ഇടയ്ക്ക് കട്ടാവും, തന്നെ വരും. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. സ്തോത്രം. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളതും വളരെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഞാൻ നാളുകളായിട്ട് അനുഭവിക്കുന്നതും എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മെ ശക്തരായ നാം ബലഹീനതയെ ചുമക്കണം. We have to bear the weakness of the weak. അവിടെ പറഞ്ഞതിന്റെ എന്നിട്ട് നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യണം. ഞാനിത് ചെയ്തു, ഞാൻ ശക്തനാണ്, ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്തു. നോ, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. നീ വിശ്വസ്തനെന്നുകൊണ്ട് നിന്റെ മുമ്പിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡിസ്പെൻസറിനെ പോലെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്. ആ ഡിസ്പെൻസർ പറയോ, ഞാൻ അവന് വെള്ളം കൊടുത്തുന്ന്. നിന്നെ നിറച്ചതാരാ? നമ്മുടെ വീട്ടിൽ വാട്ടർ ഡിസ്പെൻസർ ഉണ്ടെന്നിരിക്കുക. ഈ വാട്ടർ ഡിസ്പെൻസർ എടുത്ത് വെള്ളം നിറച്ചതാരാ? നമ്മളല്ലയോ? ഡിസ്പെൻസർ പറയോ, ഞാനാ നിനക്ക് വെള്ളം തരുന്നെന്ന്. എടാ ഡിസ്പെൻസർ, ഞാനാ നിന്റെ ഉള്ളിൽ വെള്ളം നിറച്ച് എൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കാനായിട്ട്. ഇതേപോലെ തന്നെയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയും. സ്തോത്രം. ദൈവം നമ്മളിൽ വിശ്വസ്തരെന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷനോടോ ഫെയിമിന് വേണ്ടിയിട്ടോ നാം ഇത് ഉപയോഗിക്കില്ലെന്ന് കണ്ട് പല പ്രാവശ്യം പരിശോധിച്ച് കണ്ടിട്ടാണ് നിന്റെ മുമ്പിൽ ബലഹീനനെ നിനക്ക് തരുന്നത്. അവിടെ അവരെ കണ്ടം ചെയ്യാനല്ല. ചിലപ്പോൾ ചിലതിനൊക്കെ വർഷങ്ങളോളം ചുമക്കേണ്ടി വരും.
എന്നാൽ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരികയില്ല. പക്ഷെ നിനക്ക് വാട്ടർ ഡിസ്പെൻസറെ, നിന്റെ ഡ്യൂട്ടി വാട്ടർ ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ളതാ. നിനക്ക് ഡിസ്പെൻസ് ചെയ്യാൻ ആവശ്യമായി നിന്നിൽ തീരുന്നതിന് മുമ്പ് നിന്നിൽ ഓണർ ആയിരിക്കുന്നവൻ നിന്നിൽ വാട്ടർ ഡിസ്പെൻസറിൽ നിന്നിൽ വാട്ടർ നിറയ്ക്കും. പക്ഷെ നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്ക് വേണ്ടി സമയാസമയത്തിൽ ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ളത്. നിനക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിന് വേണ്ടതെന്നറിയാം, ഒരു സമർപ്പണം. എന്നിൽ തന്നെ പ്രസാദിക്കാതെ, കർത്താവേ, ഈ പാപി ദോഷിമാർ എന്നോട് നീ കരുണ കാണിച്ച് പാപത്തിൻ്റെ അടിമത്വം തന്നെ വെടിവെച്ച് നിന്നോടുകൂടി ആക്കിയല്ലോ. എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ആ സ്നേഹത്തെ, ആ ദൈവസ്നേഹത്തെ, പിതാപുത്ര പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിത്വത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നതാണ് ആ പ്രായശ്ചിത്തം. അതിൽ മാത്രം ഞാൻ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ തുടർന്നുള്ള ജീവിതം കർത്താവ് ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒരു ഡിസ്പെൻസറായിട്ട് നിൽക്കണമോ? ഒരു ബലഹീനന്റെ ബലഹീന ചുമക്കണമോ? ഐ ആം റെഡി ലോർഡ്. നീ എന്നെ നിറച്ചാൽ, നീ എന്നെ ശക്തനാക്കി നിർത്തിയാൽ, വിശ്വാസത്തിലാകട്ടെ മറ്റേതൊരു കാര്യത്തിലാകട്ടെ, ക്രിസ്തു എന്ന പാറയിൽ നീ എന്നെ നിർത്തിയാൽ ഞാൻ നിൽക്കും. എനിക്ക് തനതാൻ നിൽക്കാൻ സാധ്യമല്ല. എന്നിട്ട് തരുന്നത് എന്താ അറിയാമോ? നിന്റെ മേൽ കൊണ്ടുപോയിടുന്നത് ബലഹീനനായിരിക്കും. അവന് കുറ്റം വിധിക്കുവാനല്ല, നീ ചുമക്കണം. ചിലപ്പോൾ അവൻ്റെ പാപം വഹിക്കേണ്ടി വരും, ചിലപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും. ഇതാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം. അപ്പോൾ പറയും ചില ഇതൊക്കെ ദുരുപദേശമാ, ക്രിസ്തു ഇതൊക്കെ വൺ ടൈം ഫിനിഷ് എവറിത്തിങ്. യെസ്, പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ളത് അവൻ ഫിനിഷ് ചെയ്തു. പക്ഷേ അവൻ്റെ ശരീരമാകുന്ന സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നു. ഇത് ഞാൻ പേഴ്സണലായിട്ട് നാളുകളായിട്ട് അനുഭവിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പലവരുടെയും ബലഹീനത ഇന്നും ചുമക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പലപ്പോഴും നിങ്ങളോട് കുറച്ച് കഠിനമായിട്ട് സംസാരിക്കാനുള്ള അധികാരം കർത്താവ് തരുന്നത്. എന്തിനാണെന്നറിയാമോ? ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വരച്ച് നിൽക്കുന്നവനെ കൈ പിടിച്ചിട്ട് പറയാണ്, നിനക്ക് ബലമുണ്ടോ, എന്നെ കടുത്തോ, വണ്ടി ഇടിക്കുകയോ. എൻ്റെ സ്നേഹിത, ഞാൻ ധൈര്യത്തോടെ പറയാണ്, പിടിക്കേണ്ട കാര്യം, come on, let us walk. സ്തോത്രം. സാധിക്കും. ഇത് വേണ്ടെന്നറിയാം, ക്രിസ്തുവിലുള്ള ആശ്രയം. നിന്റെ ശക്തി എന്ന് പറയുന്നത് നിന്റെ പ്രവൃത്തിനല്ല, നിന്റെ വിശ്വാസത്തിലല്ല, ക്രിസ്തുവിലായിരിക്കണം. അത് ക്രിസ്തുവിൽ വസിക്കുന്നൊരു പരിപാടിയുണ്ട്. ക്രിസ്തുവിൽ വസിക്കുക. ട്രയൽസ് ഉണ്ടാവും, ടെംപ്റ്റേഷൻ ഉണ്ടാവും, ബട്ട് ബി ഇൻ ക്രൈസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അവനുള്ള അധികാരം, അവനുള്ള ശക്തി, അവനുള്ള ബലം നിന്നിലേക്ക് വരും. എന്നാൽ നിനക്ക് ബലഹീനം താങ്ങാൻ പറ്റും. നിനക്ക് അതേ ഫീലിംഗ് ഉണ്ടാവും, ബലഹീനം ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ നിന്റെ ഫെയ്ത്ത് ഉറപ്പുള്ള പാറയാകുന്നത് ക്രിസ്തുവിലായിരിക്കണം. മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. ചിലവരുടെ മരണം വഹിക്കാൻ സാധിക്കും. മരണം അവരെ പിടിക്കാൻ നേരിടുമ്പോൾ അതിൻ്റെ ക്യാപ്പിൽ നിൽക്കാം. കർത്താവേ, ഇവൻ നിന്റെ ആശ്രയിക്കുന്ന വിശ്വാസിയാ. ഒരു പക്ഷെ അവൻ്റെ പാവമായിരിക്കാം, ശത്രു അവനെ പീഡിപ്പിക്കുന്നതായിരിക്കാം. ലോർഡ്, റിലീവ് ഹിം. നീ അവൻ്റെ പ്രായശ്ചിത്തമാണ്. അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ വരെ ഞാൻ വഹിക്കുക. ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഒരു പരിധി വരെ. പക്ഷേ അവൻ്റെ ബലഹീനത നീ ചുമക്കേണ്ടി വരും. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. ഇതിൻ്റെ ഡെപ്തിലേക്ക് പോയാൽ 14th ചാപ്റ്ററിൽ മനസ്സിലാക്കുന്ന വളരെ കാര്യം ഭക്ഷണവും പാനീയത്തിൻ്റെ ഒരു കമ്പാരിസനാണ്. 15th ചാപ്റ്ററിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ്. അപ്പോൾ ശക്തരാകണമെങ്കിൽ ക്രിസ്തുവിൽ നിന്നുള്ള ശക്തി, നിന്റെ വിശ്വാസത്തിൻ്റെ, നിന്റെ വിൽ പവർ അല്ല. ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ ആസ് എ പേഴ്സൺ ക്രിസ്തുവിനുള്ളത് നിന്നിൽ പകരുന്നതാണ് നിന്നെ ബലവാനാക്കുന്നത്, ശക്തനാക്കുന്നത്. അതില്ലാത്ത ഒരുവൻ ചിലപ്പോൾ അവൻ ജോലി കാര്യങ്ങളായിരിക്കാം, പല കാര്യങ്ങളിലായിരിക്കാം, അവന് അത്ര ബലം കിട്ടുന്നില്ല. ടെംപ്റ്റേഷൻസ് വരുമ്പോൾ പലപ്പോഴും വഴുതി പോവുക. അപ്പോൾ അവന് കുറ്റം വിധിക്കുകയല്ല, അവൻ പോലും അറിയാതെ നീ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവൻ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവ പൈതല, ദൈവ കുടുംബത്തിൽ ജനിച്ചൊരു പൈതല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ താങ്ങാം. നമുക്കൊരു കുഞ്ഞ് ജനിച്ചത് ആയിരിക്കട്ടെ, അത് ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. അത് ഷിറ്റ് ചെയ്തിട്ട് അഴുക്കായി കിടക്കുക.
ആദ്യമൊക്കെ നല്ലവണ്ണം കുളിപ്പിച്ചൊക്കെ കിടത്തി അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആകെ അടിച്ച് പിടിച്ച് ആകെ അതിനെടുത്ത് കളയോ? നാശം പിടിച്ച് തോറും വലിച്ചെറിയറ് കൊടുക്കോ? സ്നേഹത്തോടെ അതിനെടുത്തല്ലേ വീണ്ടും കഴുകുമ്പോൾ ചിലപ്പോൾ കയ്യിലൊക്കെ അഴുക്കാവും. കഴുകി അതിന് വീണ്ടും പാമ്പറൊക്കെ കെട്ടും. 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ അഴുക്കുണ്ടാക്കാം. പിടിച്ച് കളയോ? ഒരു ദിവസം ചിലപ്പോൾ 10 പ്രാവശ്യം അങ്ങനെ അഴുക്കാക്കാം. 10 ടൈംസ് പാമ്പേഴ്സ് മാറ്റേണ്ടി വരാം. എടുത്ത് കളയോ? എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ജനിച്ചൊരു കുഞ്ഞാ, വളരെ ആഗ്രഹത്തോടെ ജനിച്ച കുഞ്ഞാ. അങ്ങനെയെങ്കിൽ ക്രിസ്തു തൻ്റെ ജീവനെ കൊടുത്ത് വിലയേറിയ ഒരു ആത്മാവിൻ്റെ ബലഹീനത ചുമക്കുന്നതിൽ എത്രമാത്രം ദീർഘക്ഷമയുണ്ടായിരിക്കണം. അവിടെ പ്രസാദിക്കാനൊന്നുമില്ല. ഇതെൻ്റെ കുഞ്ഞാ, എൻ്റെ കുഞ്ഞാ. എൻ്റെ കയ്യിൽ ഷിറ്റ് ചെയ്താലും ഐ മസ്റ്റ് സഫർ ഇറ്റ്. സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അല്ലേ അതിന് അടി വെച്ച് കൊടുക്കും. ചിരിച്ചുകൊണ്ട് അതിന് താങ്ങും അല്ലേ? സ്തോത്രം. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായതുകൊണ്ട് കാര്യമില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, നിൻ്റെ രാജ്യത്തിന് വേണ്ടി, നിൻ്റെ ശരീരமான സഭയ്ക്ക് വേണ്ടി അല്പം എനിക്ക് ചെയ്യുവാൻ നീ എന്നെ ശക്തനാക്കിയാൽ ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഹെൽപ് മീ ലോർഡ്. കർത്താവ് എനിക്ക് കൃപയാൽ നീ ഒരു കൃപ തന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നല്ല, ഞാൻ പ്രാർത്ഥിച്ചത് ചോദിച്ചതുമല്ല. പക്ഷെ സ്ലോവിൽ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാം, ഇതാണ് നടക്കുന്നത്. ക്രിസ്തുവിൽ കുറവായിട്ടുള്ളത് എൻ്റെ ശരീരത്തിൽ, അവൻ്റെ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ശക്തനാണെന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ ശക്തനല്ല, ഞാൻ ബലഹീനനാണ്. പക്ഷെ ക്രിസ്തുവാണ് എൻ്റെ ശക്തി. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ബലഹീനത ചുമക്കാം, രോഗം ചുമക്കാം, അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ചുമക്കാം, മരണം ചുമക്കാം. ക്രിസ്തുവിൽ അങ്ങനെ പരിപാടിയുണ്ട്. ദുരുപദേശമല്ല, ഇറ്റ്സ് റിയാലിറ്റി. ദൈവമേ കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമാ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, എൻ്റെ സ്നേഹത്തിനായി കരുതുന്ന സ്തോത്രം. ഈ തിരുവഴുത്തയുടെ കർത്താവ് ഇതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കത്തക്കവണ്ണം ഇപ്പോൾ ലൈവായിട്ട് ശബ്ദം കേൾക്കുന്നവരെയും യൂട്യൂബിൽ കേൾക്കുന്നവരെയും കർത്താവ് നീ ആഗ്രഹിക്കുന്ന ദിനത്തെ കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരള ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് സമാധാനത്തിനുമായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.